നമസ്തേ. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വൈദികന് സ്വന്തം ഇടവക ദേവാലയത്തിൻ്റെ മുറ്റത്ത് പോലും നിർഭയമിറങ്ങാനുള്ള സ്വാതന്ത്ര്യം മതേതര കേരളത്തിലില്ലേ? ഇല്ലെന്നാണ് പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫെറോന പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിന് മിനിഞ്ഞാന്നുച്ചയ്ക്കുണ്ടായ ദുരനുഭവത്തിൽ നിന്നും മനസ്സിലാവുന്നത്. 5 കാറുകളിലും ബൈക്കുകളിലുമായി പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തിയ സംഘം റേസിംഗ് നടത്തി. പള്ളിയിലെ ആരാധന തടസ്സപ്പെടും വിധത്തിൽ ശബ്ദമുണ്ടായതോടെ ഫാദർ ജോസഫ് ആറ്റുചാലിൽ എത്തി സംഘാംഗങ്ങളോട് ഗ്രൗണ്ടിൽ നിന്നും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ഇതിന് ശേഷവും വാഹനങ്ങൾ ഓടിക്കുന്നത് തുടർന്നതോടെ ഫാദർ ജോസഫ് ഗേറ്റ് അടക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് വേഗത്തിലെത്തിയ കാർ ഇടിച്ച് വൈദികൻ നിലത്ത് വീണു. അദ്ദേഹത്തിൻ്റെ ഇടത് കൈക്കാണ് പരിക്ക്. ഫാദർ ജോസഫ് ആറ്റുചാലിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 27 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാകാത്ത 10 പേരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. വധശ്രമത്തിനും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 17 പ്രതികളുടെ പേര് വിവരം പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എഡിറ്റേഴ്സ് ചോയ്സ് വിശദമായി ചർച്ച ചെയ്യുന്നു. പൂഞ്ഞാറിലേത് എന്തിനുള്ള പുറപ്പാടാണ്? പൂഞ്ഞാർ മുൻ MLA-യും BJP നേതാവുമായ ശ്രീ PC ജോർജ്, സാമൂഹ്യ നിരീക്ഷകരായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, കാസയുടെ അമരക്കാരൻ ശ്രീ കെവിൻ പീറ്റർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഞങ്ങൾ CPM കോൺഗ്രസ്, കേരള കോൺഗ്രസ് J, സ്ഥലം MLA ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് M നേതാക്കളെ ബന്ധപ്പെട്ടു. പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇവരെല്ലാം ഞങ്ങളെ അറിയിച്ചത്. വാഹനമിടിച്ച് ഒരു വൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നാട്ടിലെ സകലമാന വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഇവർ എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു എന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. 27 പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടും പ്രായപൂർത്തിയാവാത്ത 10 പേരെ ഒഴിച്ചുള്ളവരുടെ വിശദാംശങ്ങൾ പോലീസ് എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല? ക്രിമിനലുകളെ അവരുടെ പേരുകൾ പുറത്തുവിടാതെ സംരക്ഷിക്കുകയാണ്. ക്രിമിനലുകൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർ ക്രിമിനലുകളാണ്. കേരള പോലീസിന് ഈ 17 പേരോട് എന്താണ് ഇത്ര മമത? നമുക്ക് നോക്കാം. ഞാൻ ഈ സംവാദം ശ്രീ PC ജോർജിൽ നിന്ന് ആരംഭിക്കുകയാണ്. PC, കഴിഞ്ഞ വെള്ളിയാഴ്ച പൂഞ്ഞാർ സെയിൻറ്റ് മേരീസ് ഫെറോന ദേവാലയ അങ്കണത്തിൽ എന്താണ് സംഭവിച്ചത്? വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രദേശവാസി എന്ന നിലയിലും വൈദികന് നേരെയുള്ള അതിക്രമത്തെ തുടർന്ന് അവിടെ ഓടിയെത്തിയയാൾ എന്ന നിലയിലും താങ്കൾക്ക് സത്യസന്ധമായ വിശദീകരണം നൽകാനാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്? പ്രകോപനത്തിന് ആധാരം എന്താണ്? PC ജോർജ്. നമ്പ്യാർ, എനിക്ക് ഒരു കളവും പറഞ്ഞ് ഒരു ലാഭം വേണ്ടാത്തവനെ. എല്ലാ രാഷ്ട്രീയക്കാരും ഓടി ഒളിച്ചപ്പോൾ ഇലക്ഷൻ വരുന്നു, അതുകൊണ്ട് ഇല്ലാന്നില്ല പറഞ്ഞു. ഞാൻ ഇലക്ഷൻ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയുന്നവന്. ഞാൻ തുറന്നു പറയാം നമ്പ്യാർ. അവിടെ പൂഞ്ഞാർ പള്ളിയിലുണ്ടായത്, പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളി എന്ന് പറയുന്ന അവിടെ വികാരി അച്ഛൻ വളരെ മാന്യനായ ഒരു നല്ല വൈദികനാണ്. അതിൽ കൊച്ചച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം പുതുതായിട്ട് കുർബാന ചൊല്ലി, ആ പുത്തകുർബാനയ്ക്ക് ഞാൻ പോയായിരുന്നു. ഇക്കൊല്ലം പുത്ത കുർബാന അർപ്പിച്ച് പുതിയൊരു വൈദികൻ, പാവം കൊച്ചച്ഛനാണ്. ഒരു പാവം ഇതുപോലെ പാവച്ചനെ കിട്ടുകയില്ല. വികാരിച്ചൻ അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് പള്ളിയിൽ ആരാധനയായിരുന്നു. ആ രസം. ആരാധന ഇല്ലെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. ഈ ആരാധനാ സമയത്താണ് വണ്ടി 5 അല്ല 8 കാറ്, 3 മോട്ടോർ സൈക്കിൾ. ഇപ്പൊ പോലീസ് എന്തും പറയണേ, ഞാൻ വസ്തുതാപരമായിട്ട് പറയാണ്. 8 കാറും 3 മോട്ടോർ സൈക്കിളിലുമാണ് ഈ പിള്ളേർ അവിടെ എത്തിയത്. ആ പിള്ളേരെന്ന് പറഞ്ഞാൽ 28 എന്ന ഇപ്പൊ പോലീസ് പറയുന്നത് 27 ആണെങ്കിലും എന്റെ കണക്കിൽ 29 28 28. ഞാൻ ഒരു പയ്യനെ കൂടെ പിടിച്ച് അതിനകത്ത് വിടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ 28 നിഷേധിക്കാൻ പറ്റില്ല. ആ പിള്ളേരിൽ അറസ്റ്റ് ചെയ്ത് 27 പേര് 10 പേര് അറിയാവോ +1 +2 വിദ്യാർത്ഥികളാണ്. ഒന്നാലോചിച്ച് പ്രായപൂർത്തിയായിട്ടില്ല.
ബാക്കിയുള്ള പിള്ളേരും 25 താഴെയാണ്, 22 താഴെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് പേര് വരാത്തെ. അപ്പൊ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്, പിള്ളേരാണെങ്കിൽ, പ്രായപൂർത്തി കഴിയാത്ത പിള്ളേരാണെങ്കിൽ അവർ പേര് പുറത്തു വിടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന പ്രചരണം എന്താന്ന് വെച്ചാൽ ഇത് പേര് പറയാൻ മടിക്കുന്നത് മുസ്ലിങ്ങളായതുകൊണ്ട് പറയാത്തതാണെന്നാണ് ആരോപണം. പക്ഷെ അത് ശരിയല്ല. പേര് പറയാത്തതിന് കാരണം ഇതാണ്, അവർ കുഞ്ഞുങ്ങളാണ്, അവരുടെ പേര് പറയാൻ പാടില്ല എന്നാണ് നിയമം. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ മഹാവൃത്തികൾ വരുന്നുണ്ട്. ഈ പിള്ളേരിനകത്ത് മുസ്ലിമും ക്രിസ്ത്യാനി ഹിന്ദു നായരും ഈഴവനും ഒക്കെ ഉണ്ടെന്ന്. പച്ച കള്ളമാണ്, മുഴുവൻ മുസ്ലിം കുട്ടികളാണ്. എനിക്കറിയാം, ഞാൻ അറിയുന്ന പിള്ളേരാ. എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? പക്ഷെ ആ പിള്ളേരെ കൊല്ലണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ആ പിള്ളേരെ ചെയ്തത് തെറ്റാണ്, ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇപ്പൊ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല നമ്പര്, എനിക്കൊരു ചെറിയ കുഴപ്പമുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയുടെ വേറൊരു കുരിശുപള്ളി ഇതേ രീതിയിൽ കുരിശക്കയറിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കി. ആ പിള്ളേർ കേസെടുത്ത് ഇടവേല ഇതുപോലെ ആളുകളുടെ ഓടിക്കലി ബഹളമായി. ഞാനവിടെ ചെന്ന്, ഞാനപ്പോൾ MLA ആണ്. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് വിവരം മനസ്സിലായി. ഞാൻ ആ പിള്ളേരെ നോക്കിയപ്പം അതിനകത്ത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്. പിള്ളേർ തമാശ കളിച്ചതാ. പക്ഷെ സംഭവം കുഴപ്പമില്ല. കുരിശ കയറി ചവിട്ടി നിൽക്കുക, കുരിശന്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കുക, തലേ കുത്തി നിന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ എന്തൊരു മോശമാണ്. ഞാൻ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്തു, വളരെ കാർന്നന്മാരെ വരുത്തി. എന്നിട്ട് ആ പിള്ളേരുമായിട്ട് സംസാരിച്ച് വിചാരിച്ചു നല്ല അച്ഛനാണ്, അച്ഛനോട് ഞാൻ സംസാരിച്ചു. അച്ഛൻ ക്ഷമിക്കാൻ തയ്യാറായി. അങ്ങനെ പള്ളിയിൽ പോയി ഷേവ് പറഞ്ഞു, സ്റ്റേഷൻ ഷേവ് പറഞ്ഞു, കേസ് അങ്ങനെ ഒരു പ്രശ്നം തീർത്തു വിട്ടു. ആ ഓർമ്മ വെച്ചോണ്ട് ഇപ്പോഴും പൂഞ്ഞാറിലെ ജനങ്ങളുടെ വിചാരം എന്നെ കാണുമ്പോൾ തീർക്കാൻ ചെന്നതെന്ന്. ഞാനല്ല, അങ്ങനെ തീർക്കണം എന്നൊരു ആഗ്രഹമില്ല. കാരണം കല്ലറങ്ങാട്ട് പിതാവ് അവിടെ വന്ന് വളരെ ക്ഷുഭിതനായിട്ടാണ് പോയത്. വളരെ ക്ഷോഭിച്ചു പോയി പിതാവ്. കാരണം ഒരു വൈദികനെ ഇടിച്ച സംഭവം എന്താ? ആരാധന നടക്കുന്ന സമയത്ത് പള്ളിമുറ്റത്ത് 8 കാറും 3 മോട്ടോർ സൈക്കിളും ചെയ്ത് ചാടിയിരിക്കുകയാണ്. ആ പള്ളിയുടെ നേരെ മുൻവശത്തൊരു ഓട പൊക്കിക്കൊണ്ട് കലുങ്ക് വാർത്തോണ്ടിരിക്കുക, പൊക്കി. അതുകൊണ്ട് ചെറിയ തടസ്സം ഉണ്ടാകും വണ്ടി യാത്ര ചെയ്യുന്നത്. അത് മുതലാക്കി ഈ പള്ളിയുടെ ഗ്രൗണ്ടോട് ചാടി കയറുന്നത്. ഇവരതൊന്നുമല്ല, ഇവരങ്ങനെ ചുമ്മാ കയറുക. ഈ പിള്ളേർ തമാശ കളിച്ച് നടക്കുന്ന പിള്ളേരാ. അവർ കയറി ബഹളം വെച്ച് അതിൽ ഈ സൈലൻസർ തുറന്നു വെക്കും. ഭയങ്കര സൗണ്ടാ. അപ്പൊ ആരാധന നടക്കല്ല പിള്ളേർ. അതുകൊണ്ടാണ് കൊച്ചച്ഛൻ നോ എന്ന് പറഞ്ഞാൽ അച്ഛൻ മിണ്ടുകല. അച്ഛൻ വന്ന് പറഞ്ഞപ്പോ ഇമാര് പിന്നെയും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കേണ്ട, അച്ഛൻ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇമാര് പോകല്ലേ, മാർഗമില്ലല്ലോ. അപ്പൊ പള്ളിയുടെ ഗേറ്റ് ഒക്കെ പൂട്ടാന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്കാണ് ഈ കാറ് ചെന്നിട്ടിരിക്കുന്നത്. ദൈവാനുഗ്രഹം കൂടെ അച്ഛൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ അച്ഛൻ ഇപ്പം ആ ശവടക്ക് അച്ഛന്റെ കഴിയുമായിരുന്നു. അത്രയും മോശം ഇടപാടാണ് ആ പിള്ളേരിൽ നിന്നുണ്ടായത്. വലിയ ദുഃഖമുണ്ട്. ഏതായാലും പോലീസ് ആദ്യം തമാശ കളിച്ചു. പ്രതികളെ ആദ്യം പോലീസ് പറഞ്ഞത് അത് അച്ഛൻ ആശുപത്രിയിലാണെങ്കിൽ തിരിച്ചു വരും മൊഴി തന്നേരം കേസെടുത്ത സ്റ്റേഷനോട്ട് വരാൻ പറഞ്ഞു നാറി പോലീസാണ് കേട്ടതിലുള്ളത്. എന്തുമായിട്ട് അതിന് ഊളത്തിലൊക്കെ നടന്നു. പക്ഷെ അതൊക്കെ മാറി. എന്ന് മാത്രം ഡിവൈഎസ്പി നേതൃത്വത്തിൽ പോലീസ്, സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ എല്ലാവരും, SI ഉൾപ്പെടെ എല്ലാവരും വന്നു. ഇപ്പൊ എല്ലാവരും ബോധമുണ്ടായി. ആ ഡിവൈഎസ്പിയുടെ ഉറങ്ങാതെ നടന്ന പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഇനി പോലീസിനെ കുറ്റം പറഞ്ഞ ദൈവം ശിക്ഷിക്കുന്ന അഭിപ്രായക്കാരനെ. അവര് പിള്ളേരുടെ പേര് വരാത്ത കാരണം ഇതാണ്. അതിൽ 10 പേര് ജുവനൈൽ കോടതിയിലാണ്. ജുവനൈൽ കോടതി ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്യുക. ജുവനൈൽ ഇവിടെ ഉണ്ടോ നമ്മുടെ ആ തിരുവഞ്ചൂർ അവിടെ സ്ഥാപനത്തിലുണ്ട് പിള്ളേര്. ബാക്കി 17 307 ആണ്. ഈ 27 പേരുടെ പേര് എടുത്തിരിക്കുന്ന കേസ് 307 ജാമ്യം ഇല്ല. മറ്റവന്മാരെ കാക്കനാട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവരെ അവിടെ റിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്തായെന്ന് എനിക്ക് റിമാൻഡ് ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. അപ്പൊ അതിന് 307 ജാമ്യം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പിള്ളേരെ കയറൂരി വിടാവോ? അത് ഈരാറ്റുപേട്ടക്കാർ നമ്മൾ ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഇവിടുന്ന് കുറെ മാന്യന്മാരെന്ന് പറയുന്ന മാന്യത കുറഞ്ഞവന്മാരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വെച്ചു ഇവിടെ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു. മതസൗഹാർദ്ദ മീറ്റിംഗ് വെക്കേണ്ട കാര്യം തന്നെ. അവിടെ അച്ഛൻ അടി കൊടുത്ത അച്ഛൻ ആശുപത്രിയിൽ ഇറങ്ങുന്നതിനിപ്പം സൗഹാർദ്ദം വെക്കണം. ആ ഫൊറോണപ്പള്ളി വിചാരിച്ച് പാവത്തിൽ ചെന്ന് വിളിച്ചോണ്ട് അച്ഛൻ തെറുകെട്ടുമെടുത്ത് അച്ഛൻ പള്ളിയിൽ നിന്ന് സ്ഥലം വിടുന്ന കഥയായി. ആ അച്ഛനെ കൂടെ നശിപ്പിച്ചു വെറുതെ. അതിനകത്ത് ഫൊറോണപ്പള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ശുദ്ധനും വൈദികനും നല്ല വൈദികനും ജനിക്കാനില്ലാത്തൊരു നല്ല വൈദികനാ. അങ്ങനെ ഇമാരി എന്ന് വിളിച്ച് മതസൗഹാർദ്ദം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ അച്ഛൻ ചെന്നപ്പം SDPIയും പോപ്പർ ഫണ്ടും പിന്നെ ഇവിടുത്തെ സ്ഥിരം കക്ഷികളുണ്ട് കുറെ ഗുണമില്ലാത്തവന്മാർ. അമ്മാരുടെ മീറ്റിംഗ് അച്ഛൻ അതിൽ കയറി അച്ഛൻ വളരെ മാന്യമായിട്ട് 2 വാക്ക് പറഞ്ഞ് പോകുന്നെങ്കിലും സോഷ്യൽ മീഡിയ വന്ന എന്താ അച്ഛൻ കുഞ്ഞാറുപള്ളി അച്ഛനെ കുറ്റം പറയുന്നത് സോഷ്യൽ മീഡിയ വന്നു പോലെ. ആ വൈദ്യന്റെ ഗതികേടൊന്നും ആലോചിച്ച് ഞാൻ പറഞ്ഞത്, ഈ പ്രചരണം നടത്താൻ എല്ലാവർക്കും സുഖ. വളരെ ബ്ലണ്ടായിട്ട് ഞാൻ പറയാം,
ഇതിൽ പങ്കെടുത്ത 29 എന്റെ കണക്ക് 29 മുസ്ലിം കുട്ടികളാണ്. അതിനൊന്നും ഒരു മാറ്റമില്ല. ആരുടെയും എനിക്കറിയാം, പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിൽ 10 പേര് വളരെ വ്യക്തമായിട്ട് ഈ 18 വയസ്സ് ചെയ്യാത്ത കുഞ്ഞുങ്ങളാണ്. 18 എന്നല്ല, 16, 17 വന്നു. അവരെ ഇപ്പോൾ ജൂനിയർ കോടതി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളവരെ അവരും ഈ പറഞ്ഞ 25 താഴെയാ. പക്ഷെ അതിന് ഇച്ചിരി ശക്തമായ നടപടി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒന്നുകൂടെ പഠിക്കാതെ ഞാനിത് പറയുന്നില്ല. ഇതാണ് യഥാർത്ഥ സത്യം. അവിടെ ഞാൻ ചെല്ലുമ്പോൾ സംഭവം നമ്പ്യാർ അതും കേട്ടു. ഈ സംഭവം ഉണ്ടായി, അച്ഛൻ വിളിച്ചു. ആ നിമിഷം തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ 5 6 പേരെ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് വന്നവരെല്ലാം അങ്ങ് വികാരം കൊണ്ടു. ഞാൻ പോലും കടന്ന് വിഷമിച്ചു. എന്നോട് മാത്രമല്ല ചെയ്ത് നമ്മുടെ MP അതിൽ MP കൂവിക്കാറി ഓടിച്ചു. ഇങ്ങനെ MP മാന്യനായതുകൊണ്ട് മാന്യത വെച്ച് അവിടെ നിന്ന് പാവും. MLA മിണ്ടാൻ മിണ്ടിച്ചില്ല, മയക്ക് നിർത്തണമെന്ന് നിർത്തിച്ചു. ഇതെല്ലാം കണ്ടോണ്ട് ഞാൻ അവിടെ നിൽപ്പുണ്ട്. മനസ്സിലായില്ലേ? കാരണം ജനവികാരം അത്ര വലുതായിരുന്നു. ആ ജനവികാരത്തെ കുറ്റപ്പെടുത്താനും നമുക്ക് കഴിയില്ല. കാരണം അത് എങ്ങനെ കുറ്റപ്പെടുത്തും നമ്മള്? മനസ്സിലായില്ലേ? ഇത് നമുക്ക് തടയേണ്ടതാണ്. ഇത് ഇനി മേലിലുണ്ടാകാൻ പാടില്ല. ഇങ്ങനൊന്നും പിള്ളേരെ കയറൂരി വിടരുത്. അത് തന്നെയല്ല, ഈരാറ്റുപേട്ട എന്റെ പഞ്ചായത്തിൽ, എന്റെ മുനിസിപ്പാലിറ്റി ഇവിടെ ഹെൽമെറ്റ് ധരിക്കുന്നവർ കുറവാണ്. മനസ്സിലായല്ലോ? ഏറ്റവും കൂടുതൽ ഈ കുഴപ്പമുണ്ടാക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല. ഒരു സ്ഥലം മോശമൊക്കെ ശരിയില്ല, അവിടെ ക്യാമറ പോലും ഇല്ല. അരിത്രപ്പള്ളിയുടെ ക്യാമറ ഉണ്ട്. ജനനിര അരിത്രപ്പള്ളി പള്ളി പോകുന്നവരെല്ലാം എല്ലാ മോട്ടോർ സൈക്കിളും അരിത്രപ്പള്ളി, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട ഏറ്റവും വലിയ കുഴപ്പമുള്ള സ്ഥലമുള്ള അരിത്രപ്പള്ളി. അവിടെ കൊണ്ടേ ക്യാമറ വെച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ റബഡിസവും എല്ലാ വൃത്തികേടും എല്ലാം സ്ഥിരം പഴക്കമുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ. അങ്ങനെ 2 സ്ഥലങ്ങളുടെ ഈരാറ്റുപേട്ട, രണ്ടിടത്തും ക്യാമറയില്ല. ഒറ്റ ഒരുത്തൻ ഹെൽമെറ്റ് വെച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ട് മോട്ടോർ സൈക്കിളിൽ. ആരുടെ കുഴപ്പമാണ്? പോലീസിന് കുഴപ്പമല്ലേ? പോലീസ് എന്തിനാ ഇങ്ങനെ നാരിത്തരം കാണിക്കുന്നത്? ഹെൽമെറ്റ് ക്യാമറ വെക്കുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്യുന്ന സ്ഥലത്ത് വേണ്ട ക്യാമറ കൊണ്ട് വെക്കാൻ. അത് വെക്കല. ആരിത്രപ്പള്ളി മീറ്റിച്ച് പള്ളിയിൽ വരുന്നവരെല്ലാം കുറ്റം ചെയ്യാൻ വരുന്നുണ്ട്. പള്ളി രാവിലെ കുർബാന കാണാൻ വരുന്നവരെ ഈയൊരു ഊളത്തരമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത്. എന്ത് ചെയ്യാന്? ഇത് പല പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഈ പിള്ളേര്, ഞാൻ പറയാം, പിള്ളേര് വർഗീയതയൊന്നും പറയണ്ട കേട്ടോ. വർഗീയമായിട്ടൊന്നും അതിനെ കാണരുതെന്നാണ് എന്റെ വിനയത്തോടെ അപേക്ഷ. കാരണം അവർ കാണിച്ച ശുദ്ധ മര്യാദകളാണ്. ഞാൻ പറഞ്ഞു, ശുദ്ധ മര്യാദകളാണ്, തെറ്റാണ്, ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ഞാൻ പറഞ്ഞു ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്, സംശയം ഇപ്പോഴേ പച്ചയ്ക്ക് പറയുന്നു. പക്ഷേ അത് സമുദായമായിട്ട് കൂട്ടുണ്ടാകും. കാരണം സമുദായം എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിലുള്ള കുറെ പിള്ളേർ ഇത് കൂടി ചെയ്തുകൊണ്ട് ഈരാറ്റുപേട്ട എല്ലാ പിള്ളേരും ഇത് കൂടെ മോശമെന്ന് പറയാൻ പറ്റുമോ? ഈരാറ്റുപേട്ടയിലെ ഒരു 3-4% വർഗീയവാദികളും ഉണ്ടായേക്കാം. മുസ്ലിങ്ങളെല്ലാം മോശമെന്ന് പറയാവോ? അതൊന്നും പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ അറിയുന്നവരെല്ലാം ആ 27 5 പിള്ളേര് കഴിഞ്ഞ 2.5 കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ തേവരുവാർക്ക് പോയപ്പം എന്റെ വണ്ടി തടഞ്ഞ് എന്നെ കൂവുകയും കാറുകയും ചെയ്ത് വഴക്കുണ്ടാക്കിയവന്മാരാ. അവന്മാരാ ഞാൻ എനിക്ക് വോട്ട് വേണ്ടെന്ന് പറയുന്നത് എനിക്ക് ഇതായിട്ട് പ്രചരണം നടത്തി പെയ്യാറ്റുപെട്ട ഒരു വോട്ട് പോലും എനിക്കില്ലെന്നാക്കിയവന്മാരാ. അപ്പൊ സ്ഥിരം പ്രശ്നക്കാരാണ് PC. അതായത് സ്ഥിരം കുഴപ്പക്കാരന്മാര്. പക്ഷെ അവരെ നിയന്ത്രിക്കാൻ ആളില്ല. പോലീസ് ശരിയായാലേ മര്യാദയാവൂ. പോലീസ്, ഞാൻ പറയാം, ക്യാമറ വെച്ചിരിക്കുന്ന പറയാം അരിത്രപ്പള്ളിയുടെ പിന്നിലാ. അരിത്രപ്പള്ളി പിന്നിലാണോ ഏറ്റവും കൂടുതൽ പൂക്കുറത്തരം നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഒറ്റ എണ്ണം ഒരു മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ചെക്ക് ചെയ്താലേ മാർക്ക്, ഒരു വണ്ടി ചെക്ക് ചെയ്യണ്ടേ? ഇവിടെ അറിയാവോ, NIA ഓഫീസ് ഈരാറ്റോടെ തുടങ്ങിയിരിക്കുക, അറിയാവോ നമ്പ്യാർക്ക്? വേറെ ആയിരുന്നു ഇതൊന്നും. കേരള പോലീസ് വേറൊന്നും കേട്ടോ. ഞാൻ ഇന്നലെ മിനിയാന്ന് പള്ളി അവിടെ നിൽക്കുക. അപ്പം ഇവിടെ ഈ നടക്കക്കാരനടുത്തുണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാരൻ. അവൻ പോലീസിലാന്ന്. അവൻ പോലീസിലായിട്ടാണ്, സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അവൻ കേസെടുത്തിരിക്കുക. അവൻ മൊഴി കൊടുത്ത് കേസെടുത്തിരിക്കുക ക്രിസ്ത്യാനിയുടെ പേരിൽ. മതിയോ? അപ്പൊ അവന്റെ ഉദ്ദേശം ആ കേസിന് അടിസ്ഥാനം എന്താ PC? ആ കേസിന് അടിസ്ഥാനം ഇവനിട്ട് തല്ലി കൊടുക്കണമല്ലോ. എന്റെ അഭിപ്രായം അവനോട് തല്ലി കൊടുക്കണം. ഞാൻ കണ്ടോണ്ടിരിക്കുക അവിടെ. അവൻ മൊബൈലിൽ ഫോൺ പടം എടുത്തോണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? ഈ പടം വെച്ചാ കേസ് പ്രതിയാക്കുന്നത് പിള്ളേർ. ഇവന്റെ സ്വഭാവമാണ്. ഇവര് തീവ്രവാദ സംഘടനപ്പെട്ട് ഇവനെങ്ങനെ കേരള പോലീസിൽ ഇരിക്കുന്നു? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അല്ലെ ഇരിക്കും അവൻ? വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിൽ, പോലീസ് മന്ത്രിയാണെങ്കിൽ ഇവൻ ഡിപ്പാർട്ട്മെന്റിൽ കാണുമോ? പക്ക ഓപ്പൺ പോപ്പുലർ ഫണ്ടുകാരൻ. നിരോധിത സംഘടനയല്ലേ അത്? അവന്റെ പേര് ഞാൻ മനഃപൂർവ്വം പറയാത്തതാ, എനിക്കെല്ലാം അറിയാം. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് കാര്യമൊക്കെ ഇവിടെ നടക്കുന്ന പേര് വലിയ സങ്കടകരാ. ഇവനൊക്കെ എന്നാ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഏതായാലും ഇത് നന്നാവുമെന്ന് നോക്കട്ടെ.
ഇല്ലെങ്കിൽ ഞാൻ പച്ചയ്ക്ക് കാര്യങ്ങൾ ഇനിയും പറയും. എല്ലാം എനിക്കറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുന്നത് മോശമാക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഏതായാലും നമ്മുടെ ഇതിനകത്ത് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന സ്റ്റാൻലിയും പിന്നെ അതുപോലെ നമ്മുടെ കാസയും കെവിൻ പീറ്റർ വളരെ കെവിൻ പീറ്റർ നല്ല സത്യസന്ധമായ കാര്യം പറയും. പിന്നെ 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 ഹൈദർ വന്നിട്ടുണ്ടോ? ഹൈദറി വന്നിട്ടില്ലേ? ആരാ? അവരൊക്കെ വേറെ ഹൈദർ എന്ന് പറഞ്ഞ ആൾ വന്നിട്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ ആരാ വന്നിട്ടുള്ളത്? നമ്മുടെ ആരിഫ് ഹുസൈനുണ്ട്, വിദ്യാസാഗറുണ്ട്. വിദ്യാസാഗർ. അവർ പറയട്ടെ കാര്യങ്ങൾ. അല്ല പി സി ഈ പൂഞ്ഞാർ എം എൽ എ നിരവധി തവണ ബന്ധപ്പെട്ടു. അദ്ദേഹം പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം പാർട്ടിയുമായിട്ട് ആലോചിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് അനുമതി ഇല്ല എന്നാണ് പറയുന്നത്. എന്തിനിങ്ങനെ ഒരു ഒളിച്ചു കളി? ഇപ്പോൾ ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രിമിനലുകളെ ഒറ്റപ്പെടുത്തണം, അല്ലേ? ക്രിമിനലുകൾ ആരാണെങ്കിലും അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ക്രിമിനലുകളാണ്, അല്ലേ? അവരെ പൊതുസമൂഹം അറിയട്ടെ, ഇവരാണ് തെറ്റ് ചെയ്തത്, ഈ വൈദികനെ കൊല്ലാൻ ശ്രമിച്ചത് അവരാണ് എന്ന് പൊതുസമൂഹം അറിയട്ടെ. ഇപ്പോ പി സി ഒരു കാര്യം കൂടി, അതായത് 10 പേര് പ്രായപൂർത്തിയാവാത്തവരാണ്, ബാക്കി 17 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ 17 പേരും സബ് ജയിലിലേക്ക് പോയി, കാക്കനാട് ജയിലിലേക്ക് വിട്ടെന്നാണ് എനിക്ക് കേട്ടത്. എന്നു നോക്കാം. പക്ഷെ വേറൊരു കാര്യം എന്താണെന്നറിയോ? ഇത് കുളത്തുങ്കൽ ഇടപെട്ടിൽ ചർച്ചയ്ക്ക് വന്നില്ല എന്ന് കുറ്റപ്പെടുത്തിട്ട് എന്താന്ന് വെച്ചാൽ അയാൾ MLA ആയിട്ടിരിക്കുന്ന ഇവന്മാർക്കാരന് മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ടയിൽ ഇവന്മാരുടെ പ്രചരണമായിരുന്നു. ഇവിടെ ഈ അച്ഛനത്തെല്ലാം കൂടുതൽ 3 അവന്മാരാണ് എനിക്കെതിരായിട്ട് പ്രചരണം നടത്തി. ഞാൻ ഈരാറ്റുപേട്ടക്കാരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു വീട് കയറി പ്രചരണം നടത്തിയ ഇവന്മാരാ. ആ പ്രചരണത്തിലൂടെയാണ് മുസ്ലിം വോട്ട് മുഴുവൻ മേടിച്ചുകൊണ്ടാണ് ജയിച്ചാലേ ജയിക്കല്ലേ അയാള്. അപ്പൊ അയാൾക്ക് നന്ദി വേണം. അതുകൊണ്ട് അയാള് ഈരാറ്റുപേട്ട കുറ്റം പറഞ്ഞ് നന്ദി കിടന്നു എന്റെ ഇപ്പൊ. പക്ഷേ അതിനെ ആക്രമിച്ചെന്ന് അവിടെ വന്ന് സ്ട്രോങ് ആയിട്ട് ഭയങ്കര ചൂടായിട്ട് ഈരാറ്റുപേട്ടക്കാരെല്ലാം ചീത്ത പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പൊ പരസ്യമായിട്ട് പറയാത്ത എന്താന്ന് എനിക്കറിയത്തില്ല. ക്രിസ്ത്യാനി ഇടയ്ക്ക് പോയി മുസ്ലിമിന് ചീത്ത, മുസ്ലിമിന്റെ ഇടയ്ക്ക് പോയി ക്രിസ്ത്യാനി ചീത്ത പറയുന്ന ആ സംസ്കാരം ശരിയല്ല എന്ന് അയാളെ ഞാൻ അറിയിക്കുന്നു. ഞാനിപ്പോ ഇവിടെ പച്ചയ്ക്ക് എന്റെ കാര്യം പറഞ്ഞു. ഞാൻ എല്ലായിടത്തും എവിടെ ചോദിച്ചാലും ഇത് തന്നെ പറയത്തുള്ളൂ, ഒരു സംശയം വേണ്ട. വേറെ എന്താ അല്ല, പോലീസുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് പി സി, അല്ലേ? പി സി 100% ഞാൻ വിശ്വസിക്കാം 100%. ഞാൻ ഈ ഒരു കളവും വേണ്ട. ഞാൻ അച്ഛനെ നമ്മുടെ വികാരിച്ചനെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛനെ ആശുപത്രിയിൽ പോയി കണ്ടു. അച്ഛനെ പരിക്ക് കണ്ടു. അച്ഛനെ ഇടത് കൈക്ക് നല്ല വേദനയുണ്ട് അച്ഛൻ. ഞാനതൊക്കെ ശ്രദ്ധിച്ചല്ല. ചുമ്മാ ഒരച്ഛൻ അങ്ങനെ കള്ളം പറയില്ലെന്ന് ആദ്യം പഠിക്കുക. അച്ഛൻ വളരെ ദുഃഖിതനാണ് ഇങ്ങനെ സംഭവം ഉണ്ടായാലും. അച്ഛന് ഈ ഗേറ്റ് അടച്ചെങ്കിലോ എന്ന് വിചാരിച്ച് അച്ഛന് നേരെ ഭീകരമായിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന് മനസ്സിലായില്ലേ? കാരണം അച്ഛൻ അടയ്ക്കുന്നതിന് അച്ഛൻ ഇടിച്ചിട്ട് രക്ഷപ്പെടാനാണ് നോക്കിയത്. അച്ഛൻ ഇടിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അവന്മാർ കാർ ഓടിച്ചത്. സംശയം വല്ലതും ഉണ്ടോ? അവിടെ അവന്മാര് നിയമത്തിന് മുമ്പ് ശിക്ഷിക്കപ്പെടും. ഏതായാലും പോലീസ് 307 ആയിട്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് കള്ളത്തരം കാണിക്കുമെന്നെങ്കിൽ അറിയത്തില്ല. ഇന്നലെ 307 ആയിരുന്നു. ഇനി അത് മാറ്റിയാൽ അല്ല 307 ഇട്ടത് കൊണ്ടാണല്ലോ റിമാൻഡ് ചെയ്തത് 17 പേര്. അല്ല 307 മാത്രം. ഇത് ഞാൻ ചോദിക്കട്ടെ, അല്ല ലൈസൻസും ഇല്ല, ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല. അതിന്റെ കേസ് വേണ്ട. UAPA തമ്മിൽ മന്ത്രിയാരെ എന്നെ കുഴപ്പം. ഇത് വർഗീയ വികാരം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവന്മാർ നടത്തിയത്. അവിടെ ഇന്നലെ പൂഞ്ഞാർ പള്ളി കൂടിയത് എത്രയാ? അവിടെ കൂടുതൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി, RSകാർ തന്നെയാ കൂടിയേ. അവരുടെ ചൂട് കാണണം. അവർ അത്ര വികാരപരമായിട്ടാണ് സംസാരിച്ചത്. ഇവിടെ ജീവിക്കേണ്ടതെന്ന് അവർ ചോദിച്ചു. മനസ്സിലായില്ലേ? ആ സാഹചര്യം സൃഷ്ടിച്ച ഇവന്മാരാ ഈ 28 ഇവന്മാരെ UAPA നോക്കണമെന്ന് എന്റെ അഭിപ്രായം. മേലിൽ ഇതുണ്ടാവരുത്. ഈ കാരണന്മാരൊന്ന് പഠിക്കട്ടെ. ഈ പിള്ളേരെ ചോന് വളർത്തിയിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ പിള്ളേരെ കയറൂരി ഇങ്ങനെ വിട്ടാൽ, മോട്ടോർ സൈക്കിളും കൂടെ സൗകര്യം പോലെ വിട്ടാൽ ഇതൊക്കെ ഉണ്ടാവും എന്ന് ഈ കാരണന്മാരൊന്നും അറിയണ്ടേ? ഈ കാരണന്മാരെ പ്രതിയാക്കണം. അതല്ലേ നിയമം സുപ്രീം കോടതി പറഞ്ഞനുസരിച്ച്. ഇതിനകത്ത് 10 പിള്ളേര് പ്രായമാകാത്തവരാണെങ്കിൽ അവരെ അപ്പനെ പ്രതിയാക്കിയിരുന്നില്ലെങ്കിൽ പോലീസിന്റെ പേര് നടപടി ഉണ്ടാക്കും. ഒരു സംശയം വേണ്ട. അപ്പനെ പ്രതിയാക്കണ്ടേ? ഇവന്മാരെ എല്ലാ അപ്പന്മാരും പ്രതിയായിട്ടെങ്കിൽ വരട്ടെ. അപ്പോഴേ ഈ പ്രശ്നം തീരുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. മനസ്സിലായില്ലേ? നിർത്തിക്കണം. അല്ല പറ്റിയല്ല. അതുകൊണ്ടാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, പൂഞ്ഞാർ സംഭവത്തെ വിദ്യാർത്ഥികളുടെ കൗമാര ചാബല്യമായി മാത്രം കാണാൻ പറ്റുമോ? അങ്ങനെ അവഗണിക്കേണ്ടതാണോ ഈ സംഭവത്തെ? ഇപ്പം ഞാൻ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള നറേഷനുകൾ വരുന്നുണ്ട്. അതിലൊരെണ്ണം പൂഞ്ഞാർ സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവർ ഫോട്ടോഷൂട്ടിന് അവിടെ വന്നതാണ്. ആ ഫോട്ടോഷൂട്ട്
പള്ളി സഹവികാരി അനുവദിച്ചില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ആണ് ഇതിലേക്ക് ഇങ്ങനെ കലാശിച്ചത് എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന മറ്റൊരു വേർഷൻ. പക്ഷേ എന്തുമാവട്ടെ, ഇപ്പോൾ 307 വെച്ചാണ് കേസെടുത്തിരിക്കുന്നത്. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനെ ഈ കാണേണ്ട രീതിയിൽ PC ജോർജ് പറഞ്ഞ പോലെ ഈ വിദ്യാർത്ഥികളെ ആണെങ്കിലും യുവാക്കളെ ആണെങ്കിലും കയറൂരി വിട്ടിരിക്കുകയാണ്. അത് തടയേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോ ഇവിടെ മുഴങ്ങിക്കേട്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് മാധ്യമങ്ങൾ വേണ്ട ഒരു പ്രതികരണം നടത്താത്തത്, എന്തുകൊണ്ടാണ് പോലീസുകാർ വേണ്ട രീതിയിൽ ഇടപെടാത്തത് എന്നുള്ള ഒരു ചോദ്യം ആവർത്തിക്കുന്നതായിട്ട് കേട്ടു. അപ്പോ ഞാൻ അതിനുള്ള ഒരു ഉത്തരം ഞാൻ തന്നെ പറയുകയാണ്. അത് ഇപ്പൊ ഈ വിഷയത്തിൽ നിന്നല്ല, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായിട്ടുള്ള ആളുകൾ കടന്നുകൂടുന്ന ഏത് തന്നെ വിഷയമായിക്കോട്ടെ, അതിപ്പോ വർഗീയതയാകണമെന്നൊന്നുമില്ല, ചില അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള കാര്യങ്ങളായാൽ പോലും അതുപോലും റിപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ ഒരു വിമുഖത അത് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കാറുണ്ട്. എൻ്റെ നേരിട്ടുള്ള അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ജനം TV തന്നെ കഴിഞ്ഞ ഒരു ജാനുവരി മാസത്തില് ഇവിടെ ഒരു സർക്കംസിഷൻ, ആൺകുട്ടിയുടെ ചേലാകർമ്മം വീട്ടിൽ വെച്ചിട്ട് നടത്തുന്നു. ഒരു ഒസാനാണ് നടത്തുന്നത്. അങ്ങനെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ആ കുട്ടി മരണപ്പെടുന്നു. അത് ഇവിടെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് വാർത്തയായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് പല മാധ്യമങ്ങളെയും സമീപിച്ചു. ജനം TVയെയും ഞാൻ സമീപിച്ചു. ജനം TV പോലും ആ വാർത്ത വന്നിട്ടില്ല. അപ്പോൾ രണ്ട് കാര്യമാണ് എനിക്ക് അന്ന് അവിടെ ആ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലായത്. ഒന്ന്, ഇവിടെ ഈ മതവുമായി ബന്ധപ്പെട്ട ഒരു ആരിഫ് ഹുസൈൻ, അല്ലാതെ തന്നെ എത്രയോ കേസുകളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇനിയും കോടതി ഏറ്റണോ? ഓക്കെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, അല്ല, അതിലൊക്കെ ആ പ്രശ്നങ്ങൾ എന്താണെന്നറിയോ ആരിഫ് ഹുസൈൻ? ഞാൻ ഒരു കാര്യം പറയാം. ഇതിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആരിഫ് ഹുസൈൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ആ സംഭവ സ്ഥലത്തുള്ളവർ ആരെങ്കിലും, അവരുടെ ഒരു ബൈറ്റ് എന്ന് പറയും നമ്മൾ, അവരാരെങ്കിലും പ്രതികരിക്കാതെ വാർത്ത കൊടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ജനം TV റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ താങ്കൾക്കറിയാലോ. അല്ല, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്തരത്തിലുള്ള ഭവിഷ്യത്തുകൾ അതൊരു പ്രത്യേക മതത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ കോഷ്യസ് ആകുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ട്? പല രീതിയിലുള്ള ഭയം ആണ് അത്. ഇവിടുത്തെ ഇപ്പൊ ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ എന്നോട് പറയാറ് ഈ എന്താണ് സംഗി ചാനലിൽ സ്ഥിരതാമസമാക്കിയ ആളെന്നാണ് എന്നെ പറയാറ് പോലും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗി ചാനല് പോലും എടുക്കുന്ന മുൻകരുതലാണ് ഇപ്പൊ ഈ ഇവിടെ അനിൽ പോലും ഇപ്പൊ ഇവിടെ പറഞ്ഞു. ഇല്ല, അങ്ങനെയാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യില്ലല്ലോ. ഇപ്പൊ വെള്ളിയാഴ്ച നടന്നൊരു സംഭവം, ഞായറാഴ്ച വിശദമായി ചർച്ച ചെയ്യാം. 2 മണിക്കൂറുണ്ട്, അതുകൊണ്ടാണ് ഇന്നെടുത്തത് ആ വിഷയം. അങ്ങനെ അതിന് നമുക്ക് എന്തെങ്കിലും വിമുഖത ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയം എടുക്കില്ലല്ലോ ഡോക്ടർ ആരിഫ്. അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതായത് അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ്, ഒരു ബൈറ്റ് കിട്ടണമെന്ന്. ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോ സാധാരണ ബൈറ്റ് എവിടുന്ന നമ്മൾ എടുക്കാറ്? അതായത് ഇപ്പൊ പൂഞ്ഞാറ്, അന്ന് ഇത് സംഭവിച്ചതും ഇതേ പൂഞ്ഞാറ് ആ ഭാഗത്താണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യുക? അവിടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടുത്തെ ആ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ SIO, അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അവരോട് സംസാരിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അതിന്റെ അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, മിണ്ടില്ല. അപ്പൊ ബൈറ്റ് കിട്ടാത്തതല്ല പ്രശ്നം. അത് ഒരു പ്രത്യേക മതത്തിന്റെ നേർക്ക് വരുമ്പോൾ, ഞാൻ ആ മതത്തിൽ പെട്ടിരുന്ന ആള്, അല്ലെങ്കിൽ ഇപ്പോഴും ഒഫീഷ്യലി ആ മതത്തിലാണ്, വിശ്വാസപരമായിട്ടില്ലെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഭയം അതിവിടെ ഉണ്ട്. സത്യത്തിൽ ആളുകൾ ചോദിക്കാറുണ്ട്, ഇവിടെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയാറുള്ളത്, ഇവിടെ സംഘീയേക്കാൾ കൂടുതൽ, കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കൂടുതൽ ഭയക്കേണ്ടത് ഇവിടെ ഈ ഇസ്ലാം തന്നെയാണ്. ഇസ്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭീകരത പടർത്തുന്ന ആളുകളെയാണെന്ന് ഞാൻ ആദ്യം പറയാറുണ്ട്. കേരളത്തിലെ അവസ്ഥ പറയുകയാണെങ്കിൽ അത് ഒരു വാസ്തവമാണ് എന്നുള്ളത് ഇവിടെ നിങ്ങളെ ചാനൽ പോലും ഇവിടെ എനിക്കന്ന് ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ്. ഞാൻ അത് പബ്ലിക്കായിട്ട് പറയാണ്. ഒന്നത്. രണ്ടാമത്തത്, ഇവിടെ ഒരു കോഷൻ നിങ്ങൾ കാണിച്ചത് വളരെ നല്ല കാര്യം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അതിനകത്ത് തെറ്റായ ഒരു സംഗതി വരാൻ പാടില്ല. അതിനകത്ത് ഒരു തെറ്റായ ഒരു ആംഗിൾ കൊണ്ടുവന്നുകൊണ്ട് അനാവശ്യമായ ചർച്ചയിലേക്ക് വഴി വെക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത, അത് നല്ലൊരു ആംഗിൾ. അത് ആ വിഷയത്തിൽ ഞാനത് അന്ന് അവിടെ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാതെ പോയത്. എന്തായാലും ഈ ഇതുപോലെയുള്ള സംഭവങ്ങൾ തടയപ്പെടേണ്ടേ എന്ന് എന്നോട് ഇപ്പൊ ചോദിച്ചല്ലോ ഈ വിഷയം. ഇത് എല്ലാ വിഷയത്തിലും ബാധകമാണ്. അത് ഈ വിഷയത്തിൽ എന്ന് മാത്രമല്ല, അത് അന്ധവിശ്വാസം നമ്മൾ തടയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, അത് ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസം മാത്രം തടഞ്ഞാൽ പോരല്ലോ.
അത് ക്രിസ്തു മതത്തിലെ അന്ധവിശ്വാസം മാത്രം തടഞ്ഞാൽ പോരല്ലോ, അത് ഇസ്ലാം മതത്തിലെ അന്ധവിശ്വാസം തടയണ്ടേ എന്ന ചോദ്യമാണ് നമ്മൾ വെക്കേണ്ടത്. ആ വിഷയം വരുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടായാലോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിധേന കേസ് വന്നാലോ, കോടതി കയറേണ്ടി വന്നാലോ, ബൈറ്റ് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള ചില ന്യായങ്ങളിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ള ഒരു വിഷയം അത് എല്ലാ ചാനലുകളെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോ പി സി ജോർജ് ഇവിടെ സംസാരിക്കുമ്പോൾ പോലും ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, അദ്ദേഹം ആ നാട്ടിലുണ്ടായ ഒരാളാണ്. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ആ നാട്ടുകാരനായതുകൊണ്ട് ആ നാടിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ്, NIA എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, അവര് ഒരു കേരളത്തിലെ ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുടെ പട്ടണങ്ങളുടെയും അതുപോലെ ഗ്രാമങ്ങളുടെയും ലിസ്റ്റ് പുറത്തു വിട്ടപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ATSന്റെ ഒരു നമ്മളുടെ ആന്റി ടെററിസം സ്ക്വാഡിന്റെ അവരുടെ ഒരു വിങ് അവിടെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അവിടെ ഉണ്ട് എന്ന് അറിയുന്നു. ഇപ്പൊ NIAയുടെ തന്നെ ഓഫീസ് തുടങ്ങിയതായിട്ട് അറിയുന്നു. അപ്പൊ ഭീകരവാദം എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഇനി ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യുന്ന വിഷയം ഉണ്ടായി. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയങ്ങളിൽ അവിടെ റെയ്ഡ് നടത്തി പല ആളുകളെയും തൂക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് അതില് ഈ നഗരസഭയുടെ ഭാഗമായിട്ടുള്ള അവിടുത്തെ കൗൺസിലറെ പോലും അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയെ ഏത് രീതിയിലാണ് അയാളെ അവധിയിൽ വിടണോ എന്നൊക്കെയുള്ള ചില ഒരു ചർച്ച വരികയും അതിനെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ആരെയാണ് ഡീൽ ചെയ്യുന്നത്? നമ്മൾ ഡീൽ ചെയ്യുന്നത് ഏതെങ്കിലും ലോട്ടറി കച്ചവടം നടത്തി കള്ളത്തരം കാണിച്ച ഒരാളെയല്ല നമ്മൾ ഡീൽ ചെയ്യുന്നത്. പാല് വിറ്റപ്പോ 1/2 ലിറ്റർ വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചിട്ട് വിറ്റതിന്റെ പേരിലല്ല ആ കൗൺസിലറെ അവിടെ അറസ്റ്റ് ചെയ്തത്. അതും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ബാറ്റ് ചാരായം വിറ്റതിന്റെ പേരിലും അല്ല. ഇത് ഭീകരവാദം എന്ന് പറയുന്ന ഒരു സംഗതി, അതില് ഏർപ്പെടുന്ന ഒരു സംഘടന, അതിലുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു കൗൺസിലർ, ആ കൗൺസിലറെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾ, മറ്റുള്ള ആളുകൾ, ഇതെന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഭീകരവാദം എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ ഏത് രീതിയിലാണ് സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഇവിടെ ആവർത്തിച്ച് പറയുന്നു, ഇത് വർഗീയതയല്ല. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് വർഗീയത കലർത്തിക്കൊണ്ട് ഈ വിഷയത്തെ ആ ലെവലിലേക്ക് കൊണ്ടുപോയാൽ ഇതിന്റെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും അകലും. ഇവിടുത്തെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണമായിട്ട് ഞാൻ കാണുകയാണ്. ഇപ്പൊ ഇന്നലെ മുതൽ പല ആളുകളോടും ഞാൻ ചോദിക്കുന്നു. ഇപ്പൊ കെവിൻ പീറ്ററെ തന്നെ ഞാൻ 2 തവണ വിളിച്ചു കഴിഞ്ഞു. ഇപ്പൊ PC ജോർജിന്റെ സംസാരം ഇവിടെ കേൾക്കുന്നു. അവിടുന്ന് ഒന്നും തന്നെ ക്ലിയർ ആയിട്ട് എന്താണ് ഇതിലെ വിഷയം, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഇതിലെ ഏത് ആംഗിളിലാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഈ പ്രശ്നം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? എനിക്ക് പറയാനുള്ള ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾ അവരുടെ സ്കൂള് കഴിഞ്ഞു പോകുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഇതുപോലെയുള്ള സംഗതികൾ കാണിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഞാനും സ്കൂൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഏറ്റവും മിനിമം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ നാട്ടില് നമ്മൾ ജീവിക്കുന്ന ഏത് രാജ്യത്തായാലും പഞ്ചായത്തിലായാലും അവിടെ ഒരു നിയമമുണ്ട്, ഒരു ക്രമസമാധാനമുണ്ട്. അത് പാലിക്കുക, അതിന് കോട്ടം വരാതെ നോക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത അത് ഓരോ കുട്ടിക്കും ഓരോ പൗരനും ഉള്ള കാര്യമാണ്. ഇവിടെ അതാണ് ആദ്യമായിട്ട് റദ്ദായിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്നു. ആരാ ചൂണ്ടിക്കാണിച്ചത്? പള്ളിയിൽ അച്ഛനാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അതിനോട് ഏത് സമീപനമാണ്? അപ്പൊ നമ്മളുടെ മുന്നിൽ ഒരു മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു കുട്ടിയാണ് മുന്നിലേക്ക് വന്ന് അതങ്ങനെ ചെയ്യരുത്, ഇത് പള്ളി കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഇത് പൊതുസ്ഥലമാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതിനോട് ഒരു രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക എന്ന് പറയുന്നത് ഏതൊരു പൗരന്റെയും ബാധ്യതയാണ്. ഇവിടെ കാണാതെ പോയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിയമ സംവിധാനങ്ങളോട് നിയമവിധേയമായിട്ട് നിലകൊള്ളുക എന്ന് പറയുന്ന ഒരു സമീപനം ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെ എന്താണ് ആ കുട്ടികൾക്ക് അതിനുള്ള വഴി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം PC ജോർജ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? അതായത് ഒരു ഹെൽമെറ്റ് പോലും വെക്കാൻ താല്പര്യം കാണിക്കാത്ത രീതിയിൽ അവിടെയുള്ള ആളുകൾ നിരന്തരം നിയമലംഘനങ്ങൾ നടത്തുന്നു എന്നത് അവിടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ നിയമം പാലിക്കേണ്ട ആളുകളുടെ ഭാഗത്തു നിന്നും അത് പാലിക്കാതിരിക്കുന്നതിൽ അവര് സ്ഥിരമായിട്ട് അത് അങ്ങനെ പോകുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു. 1. 2, അങ്ങനെ നിയമം പാലിക്കാത്ത ആളുകളാണ് എങ്കിൽ അവരെ കൊണ്ട് ആ നിയമം പാലിപ്പിക്കാൻ ഉള്ള ഒരു ശ്രമം അത് നിയമം കൈകാര്യം ചെയ്യുന്ന പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല എന്നും ഇവിടെ പറഞ്ഞു വെക്കുന്നു. അപ്പൊ എന്താ അവിടെ നടക്കുന്നത്?
ഈ ഒരു വിഷയം ഇത് ഇപ്പൊ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം 75% മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ഭീകരവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവിടെ വലിയ തോതിൽ വേരോട്ടമുണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമാണ്. ഒരു ലോലെസ്നെസ് എന്ന് പറയുന്ന ഒരു വിഷയം അത് അവിടെ ഉണ്ട്, അതവിടെ വ്യക്തമാണ്. അപ്പോൾ ഒരു റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന സംഗതിയെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം അതിലെല്ലാം പെടും. അത് മതസൗഹാർദ്ദം മാത്രമൊന്നുമല്ല, അല്ലാതെയുള്ള ട്രാഫിക് നിയമം അനുസരിക്കുന്നത് മുതൽ അതല്ലെങ്കിൽ സ്ത്രീ സംരക്ഷണം മുതൽ അങ്ങനെ ഏത് വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു വിധേയത്വം, നിയമത്തോടുള്ള ഒരു വിധേയത്വം അത് നമ്മൾ കാണേണ്ടതാണ്. അത് അവിടെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് ഇതിനോടകം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ ഈ വിഷയത്തിലെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോലെസ്നെസ് ആണ്. ഈ ലോലെസ്നെസ്സിന് വലിയ തോതിൽ ഒരു ഡിസ്പ്ലേ ആയിട്ട് ഈ വിഷയത്തെ ഞാൻ കാണുന്നു. അപ്പോ ഇത് വർഗീയമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അതിനെ ലഘൂകരിക്കരുത്. ഈ ലോലെസ്നെസ്സിന്റെ ഭാഗമായിട്ടുള്ള വളരെ തീവ്രമായ തീവ്രവാദ പ്രവർത്തനം മുതൽ വളരെ അതിന്റെയൊക്കെ ഏറ്റവും താഴെ ലെവലിൽ എന്ന് പറയാവുന്ന എന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, ഇപ്പൊ ഒരാളെ വണ്ടി ഇടിച്ചിടുക എന്ന് പറയുമ്പോൾ അതൊരു അറ്റംപ്റ്റ് മർഡർ തന്നെയാണ്, രണ്ടും പ്രശ്നം തന്നെയാണ്. അപ്പോ എല്ലാ വിധത്തിലുള്ള പലതരം എക്സ്ട്രീംസിലുള്ള വിഷയങ്ങളിലേക്ക് പോലും കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഈ ലോലെസ്നെസ് മാറിയിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് മുളയിലേ നുള്ളേണ്ട ഒരു സംഗതിയാണ്. ഇത് കൈവിട്ട് പോയാൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അതുകൂടി പറഞ്ഞു നിർത്തുകയാണ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് അവർ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് അവരുടെ നാട്ടിൽ ആ സ്ഥലങ്ങളിൽ അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷനേക്കാൾ കൂടുതൽ അവിടെ വന്ന് കുടിയേറിയ ആളുകൾ, അതാര് എന്ന് നിങ്ങൾ ഊഹിച്ചോളൂ, അവരിലൂടെ ഉണ്ടാകുന്ന വർദ്ധിച്ച ക്രൈം റേറ്റ് തന്നെയാണ് അവിടെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം. അപ്പോ അതിവിടെ ചർച്ചാ വിഷയമാകും. വരുന്ന ആളുകളിൽ അത് കൂടുതൽ ചർച്ചാ വിഷയമായാൽ അതിനൊരു വർഗീയ ആംഗിൾ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഡീൽ ചെയ്യൽ എളുപ്പമായിരിക്കില്ല. അത് തുടക്കത്തിൽ തന്നെ മുളയിലെ തന്നെ നുള്ളേണ്ട ഒരു വിഷയമാണ്. നിർഭാഗ്യവശാൽ ഇപ്പോ ഇവിടെ പറഞ്ഞ പോലെ പച്ച വെളിച്ചം ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ പോക്കറ്റിൽ വെച്ച് നടക്കുന്ന പോലീസ് സംവിധാനമാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമല്ല. മുന്നേ ഉള്ള കോട്ടയം SP-യുടെ ഒക്കെ ചില പ്രസ്താവനകളൊക്കെ നമ്മൾ മുന്നേ കണ്ടു. അത് പറഞ്ഞതിന്റെ പേരിൽ വലിയ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അവിടെ ഈ ATS-ന്റെ ഒരു സംവിധാനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്ന മതഭീകരത എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു എന്നതിന്റെയൊക്കെ പേരിൽ അദ്ദേഹം നേരിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ചർച്ചയാകേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, യെസ്, വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് താങ്കൾ അവതരിപ്പിച്ചത് ശ്രീ ആരിഫ് ഹുസൈൻ. വിദ്യാസാഗർ ഗുരുമൂർത്തി, ശ്രീ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമവാഴ്ച ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല, ഞങ്ങൾ നിയമത്തിന് അതീതരാണ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം കേരളത്തിൻ്റെ പല കോണുകളിലും ഉണ്ട്. മാത്രമല്ല, ഇപ്പം നിയമം ലംഘിച്ചു കഴിഞ്ഞാലും അവരെ പിടിക്കാൻ നമ്മുടെ പോലീസ് തയ്യാറാകുന്നില്ല. വളരെ കൃത്യമായിട്ട് PC ജോർജ് ഈരാറ്റുപേട്ടയിലെയും പൂഞ്ഞാറിലെയും അവസ്ഥ വിശദീകരിച്ചു. അവിടെ CCTV ക്യാമറകളൊക്കെ വെച്ചിരിക്കുന്നത്, AI ക്യാമറകളൊക്കെ വെച്ചിരിക്കുന്നത് അരുവിത്തറ പള്ളിയുടെ സമീപത്താണ്, മറിച്ച് സിറ്റിയിൽ അങ്ങനെ അതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിയമത്തെ ചോദ്യം ചെയ്യുന്നവരെ നിലക്ക് നിർത്താത്തിടത്തോളം കാലം ഇത് അഭംഗുരം തുടരില്ലേ, അല്ലേ? അത് ആശങ്ക ഉളവാക്കുന്നു. ഇറ്റ്സ് ഹൈ ടൈം അങ്ങനെ ഒരു ചർച്ച. കേരളത്തിലെ ചില പ്രദേശങ്ങൾ, ചില മേഖലകൾ ഇങ്ങനെ പതിച്ചു കൊടുത്തിരിക്കുകയാണ് ചിലർക്ക്. എന്ത് തോന്നിയാസവും ചെയ്യാം, നിങ്ങളെ പിടിക്കില്ല, നിങ്ങളെ ശിക്ഷിക്കില്ല, അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നത് പോലും തെറ്റല്ലേ? വലിയ തെറ്റാണ്. മാത്രമല്ല, ഇവിടെ ഹെൽമെറ്റിന്റെ കാര്യം സന്ദർഭവശാൽ ആരിഫ് ഹുസൈൻ പറഞ്ഞല്ലോ. ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, മലപ്പുറം ജില്ലയിൽ ഹെൽമെറ്റ് വെക്കുന്ന ഒരു ശീലമുള്ളവർ വളരെ ചുരുക്കമാണ്. പോലീസുകാരാവട്ടെ ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ വെള്ളപ്പം മാതിരി ഒരു തൊപ്പി തലയിൽ വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള സെന്റിമെന്റ്സിന് വഴിപ്പെടുന്ന ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അത് കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റാണ്, അമ്പരപ്പുളവാക്കുന്നതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ ദിവസത്തെ ഞാനിപ്പോ ഇവിടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ ഒരു പരിധി വരെ ഈ ക്രിസ്തീയ സഭയും കൂടി നിർത്തേണ്ടി വരും. കാരണം ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷ് കൈവെട്ടിയപ്പോൾ ഇവരെടുത്ത സമീപനം ആണ് ഇന്ന് ഇത്രത്തോളം ഇവരെ നേരിട്ട് വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ഈ ഇസ്ലാമിക ജിഹാദികൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണ് ഒരു പക്ഷത്തെ ഒരു RSS എന്ന് പെരുപ്പിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ എണ്ണം കൊണ്ട്, അതായത് ജനപ്പെരുപ്പം കൊണ്ട് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളാണ് സെമിറ്റിക് മതവിഭാഗങ്ങളെല്ലാം തന്നെ. യാതൊരു സംശയവുമില്ല. ഇപ്പോ
സഭയാണെങ്കിൽ സമൃദ്ധി, ജീവസമൃദ്ധി, ഇത്രയും കുട്ടികളുടെ അത്രയും കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് പറയുന്നത്. പിന്നെ ഇസ്ലാമിക സമൂഹമാണെങ്കിൽ ഒരു എണ്ണവും കണക്കുമില്ലാതെ പിന്നെ ജനപ്പെരുപ്പം ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡെമോക്രസി എപ്പോഴും നിയന്ത്രിക്കുന്നത് ജനസംഖ്യയാണ്. അത് റിലീജിയസ് ആയിട്ടുള്ള പക്ഷങ്ങൾ അത് വളരെ ആസൂത്രിതമായിട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു കോട്ടവും വരാത്ത, ഞങ്ങൾ എന്ത് ക്രൈം ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളുടെ സിസ്റ്റത്തെ എപ്പോഴും പിന്താങ്ങി നിർത്തുന്ന ലീഡേഴ്സ് ആണ് നിയമസഭയിൽ വരേണ്ടത്, അല്ലെങ്കിൽ രാജ്യസഭയിൽ വരേണ്ടത്, അല്ലെങ്കിൽ ലോകസഭയിൽ വരേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുന്ന മതവിഭാഗങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് ഇതൊക്കെ. അപ്പോൾ ആ ഏറ്റുമുട്ടൽ അനിവാര്യമാണ്, അത് സംഭവിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കേരള പോലീസിൽ നമ്മൾ മുമ്പ് തന്നെ ജനം TV വളരെ കാര്യക്ഷമമായി ചർച്ച ചെയ്ത വിഷയമാണ് പച്ച വെളിച്ചം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ കേരള പോലീസിലെ പച്ച വെളിച്ചത്തിന്റെ ഒരു ഏറ്റവും പുതിയ അധ്യായമാണ് ഒരു കേസ് കൊടുത്താൽ പോലും, അല്ലെങ്കിൽ വിസിബിളി ഒരു വലിയ ക്രൈം നടന്നാൽ പോലും അതിനെ വളരെ വക്രീകരിച്ച് താമസിപ്പിച്ച് പോലീസ് ഒരു റെഡ് ടൈപ്പിസം നടത്താൻ കാരണം അങ്ങനെയെങ്കിലും അത് ഒഴിഞ്ഞു പോയിക്കൊള്ളട്ടെ എന്നുള്ളതാണ്. പൊതുവെ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, നമുക്ക് അനിൽജി കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. കോഴിക്കോട് ബീച്ചിലേക്ക്, ഇപ്പോ ഞാൻ കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന ആളാണ്. കോഴിക്കോട് നമ്മുടെ ബീച്ചിലേക്ക് വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം നമുക്ക് പോവാൻ ഇപ്പോൾ ഭയം തോന്നും. ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ വെറുതെ പെരുപ്പിച്ച് പറയുന്നത്, അനിൽജിക്ക് വരാം, കോഴിക്കോട് ജില്ലയിൽ ആർക്കും വന്നിട്ട് സന്ധ്യയ്ക്ക് ഒരു 6 മണിക്കോ ഒക്കെ ഒന്ന് കോഴിക്കോട് ബീച്ചിൽ വന്നാൽ രാത്രി 10-11 മണി വരെ അവിടെ എന്താണ് നടക്കുന്നത്? നമ്മൾ പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഹൂളിഗനിസം അല്ലെങ്കിൽ ഹൂളിഗൻസ് എന്നൊരു വാക്കുണ്ട്. തെമ്മാടിത്തരം ആണ് നടക്കുന്നത്. അവിടെയൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതാണ് ഈ ബീച്ച് എന്ന് ആധിപത്യം ഉറപ്പിക്കും വിധത്തിലുള്ള ജനപ്പെരുപ്പത്തെ ഉണ്ടാക്കുകയാണ്. അതൊന്ന്. അത് മാത്രമല്ല, ഭയാനകമാവണ്ണം ബീച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡിൽ, അതായത് കോഴിക്കോട് ജില്ലയുടെ ടൗണിൽ നിന്ന്, നഗരപ്രദേശത്ത് നിന്ന് ബീച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരുപാട് പോക്കറ്റ് റോഡുകളുണ്ട്. ഈ പോക്കറ്റ് റോഡുകളിൽ നടന്നാൽ നമുക്ക് കാലനെ നേരിട്ട് കാണാം. ഈ ചെറുപ്പക്കാർ, ഇതേ മതവിഭാഗക്കാര ആളുകൾ 3 പേര് 4 പേര് ഒക്കെ ചേർന്നിട്ട് ബൈക്ക് റേസിങ്ങും ഈ വണ്ടിയുടെ മുൻഭാഗം ഇങ്ങനെ എടുത്ത് പൊന്തിക്കുന്ന പരിപാടിയാണ്. അതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബൈക്ക് സ്റ്റണ്ടിങ് ഇതൊക്കെ സ്ഥിരമായിട്ട് നടത്തുകയാണ്. പിന്നെ ഒരു പെൺകുട്ടിക്ക് ഇതര മതസ്ഥയെ പ്രത്യേകിച്ച് എടുത്തു തട്ടുകെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. തട്ടുകെട്ടാൽ അതിലൊരു പ്രൊട്ടക്ഷനാണ്. അല്ലാത്തൊരു പെൺകുട്ടിക്ക് അതിൽ എനിക്ക് തോന്നുന്നില്ല മാനം മര്യാദയായിട്ട് സമാധാനത്തോടെ നടന്നു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം നമ്മുടെ തെരുവുകളെ, നമ്മുടെ കടലോരങ്ങളെ ഒക്കെ ഭീതിയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ മതത്തിന്റെ പണക്കൊഴുപ്പും ദുർമതവും ദുരയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതൊന്നാണ്. ഇവിടെ ഇവര് സീറോ മലബാർ സഭ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയല്ലോ, അത് അനിൽജി വായിച്ചിരുന്നോ? ഞാൻ വായിച്ചു. അതിലൊരു വലിയ തെറ്റ് അവർ ചെയ്തിട്ടുള്ളത്, ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് നമ്മളെ ഗസ് ചെയ്യാൻ വിട്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ സഭ ഈ ഒളിച്ചുകളി നിർത്തിയിട്ട് ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പറയാൻ തയ്യാറായാൽ അന്നത്തോടെ തീരുകയും ചെയ്യും പ്രശ്നം. PC ജോർജ് സാർ അവിടെ ജയിച്ചു വരികയും ചെയ്യും. അല്ല വിദ്യാസാഗർ, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ സഭയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇപ്പൊ പോലീസ് തന്നെ പറയുന്നില്ലല്ലോ ആരാണ് പ്രതികളെന്ന്. പോലീസ് അല്ല, ഇപ്പൊ ഒറ്റ കാര്യം 10 പേര് അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അവരുടെ പേരുകൾ പുറത്തുവിടാൻ പാടില്ല, അത് ശരിയാണ്. പക്ഷേ ഈ 17 പേർ, PC പറയുന്നത് പിന്നെ 2 പേർ കൂടി ഉണ്ട് എന്നാണ്, 19 പേര് കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അവരുടെ പേരുകൾ പുറത്തുവിടുന്നില്ല? അത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാരണം സഭയുടെ ഈ കേരളത്തിലെ സഭ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർ LDF-നോടൊപ്പം നിൽക്കാൻ നോക്കുന്നു, UDF-നോടൊപ്പം നിൽക്കുക. അപ്പന്റെ കൂടെ പോകും വേണം, അമ്മയുടെ കൂടെ ഉറങ്ങും വേണം. ആ പരിപാടി നടക്കില്ല. ഈ സഭയെ സംബന്ധിച്ച് അത് വളരെ തെറ്റാണ് അവർ ചെയ്യുന്നത്. അത് ഇവരുടെ ഒരു വളരെ ഓവർ ഡിപ്ലോമസി, സഭയുടെ ഓവർ ഡിപ്ലോമസിയാണ് സഭയെ ഇസ്ലാമിന്റെ ഇരയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ തിരിച്ചറിയുന്നില്ല. ഇപ്പോഴും അവര് ഈ ന്യൂമാൻ കോളേജിന്റെ കാര്യത്തിൽ ആ നടപടിയാണ്. ജോസഫ് ഭാഷ പുസ്തകം വായിച്ചാൽ അറിയാം. ആ മനുഷ്യനെ അങ്ങേയറ്റം അപമാനിച്ച് വേദനിപ്പിച്ച് ആ മനുഷ്യനെ ഇന്ന് മൃതപ്രായനാക്കിയത് ഈ സഭയുടെ ഒറ്റ നടപടിയാണ്. ഒരു ആശ്വാസ വാക്ക് പോലും പറഞ്ഞില്ല. ശമ്പളം തടഞ്ഞു വെച്ചു. ആർക്കു വേണ്ടി? കൈവെട്ടുന്ന ചെകുത്താന്മാർക്ക് വേണ്ടി, താലിബാനിസത്തിന്റെ വക്താക്കൾക്ക് വേണ്ടി. ഇതിൽ കുറെ ആളുകൾ ഇതിന്റെ അകത്ത് പച്ചവെളിച്ചം പോലെ തന്നെ ഇതിന്റെ അകത്തും ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഹിന്ദു മതത്തിനകത്ത് ഷിബുസ്വാമിയെ പോലെ, അല്ലെങ്കിൽ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ചില സ്വാമിമാരെ പോലെ, ചില ഫിനോൽ രമേശിനെ പോലെയൊക്കെയുള്ള ചില എംബോക്കുകളുണ്ട്. അവർ ഹിന്ദുമതത്തിനകത്ത് നിന്നുകൊണ്ട് ഹിന്ദുമതത്തിന് പണി തരുന്ന പോലെ സഭയ്ക്കകത്തും ഈ ജിഹാദികളുടെ ചില ഏജൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ്. ഇവരുടെ പത്രക്കുറിപ്പ് പറയും, എന്തിനാണ് ഇത്ര പേടി? ഇവരെന്തിനാ പേടിക്കേണ്ട കാര്യം? ഇവർക്ക് നോക്കൂ, ഭയത്തിന്റെ സന്ദേശം കൊടുത്താൽ ഭയം കൂടെ വന്നുകൊണ്ടേയിരിക്കും. നിഴൽ പോലെ വിവേകാനന്ദ സ്വാമികൾ കാശിയിലുള്ള സമയത്ത്, വിവേകാനന്ദ സ്വാമികൾ ഭിക്ഷാടനത്തിൽ പോയ സമയത്ത് കുറെ ആൾക്കുരങ്ങന്മാർ സ്വാമി ഓടിച്ചു.
സ്വാമി ചെറ്റുദൂരം ഓടിയിട്ട് സ്വാമി ചിന്തിച്ചു, ഞാനൊരു സന്യാസി, ലോകത്തോടുള്ള ബന്ധം വെടിഞ്ഞവൻ, ശരീരം പോലും നിജമല്ലെന്ന് കരുതുന്ന ഞാൻ എന്തിനെ പേടിക്കണം എന്ന് കരുതി തിരിഞ്ഞു നിന്നിട്ട് ശക്തമായിട്ട് അവർക്ക് നേരെ വെളി ചൂണ്ടിയപ്പോ അത്രയും കുരങ്ങന്മാർ ഓടിപ്പോയി മരത്തിൽ കയറി. ഇതാണ് ഇവിടെ ഇസ്ലാമിനോട് ചെയ്യേണ്ടത്. ഇവരെ എന്തോ പേടിയുള്ളത് പോലെ പത്രക്കുറിപ്പിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, അങ്ങനെയല്ല. ഒരു വ്യക്തതയിൽ സഭ കൊണ്ടുവന്നില്ലെങ്കിൽ വിശ്വാസികൾക്ക് അത്രയും വ്യക്തത ഉണ്ടാവില്ല. ഇതൊക്കെ വോട്ടിങ്ങിനെ ബാധിക്കും. PC ജോർജ് സാർ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, PC ജോർജ് സാറ് അവിടെ ജയിക്കാതിരിക്കാൻ വേണ്ടി എന്ത് തറവേലയും കാണിക്കാൻ CPM തയ്യാറാണ്. അത് വളരെ CPM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് NIA ശക്തമായ നടപടിയിലൂടെ പോപ്പുലർ ഫ്രണ്ട് എന്ന അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയെ നിരോധിച്ചതിന് ശേഷം ആ മുതലക്കുഞ്ഞുങ്ങളൊക്കെ ഏത് നദിയിൽ പോയതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവരൊക്കെ തന്നെയും CPM മുലയൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം കോഴിക്കോടിനടുത്ത് കൊയിലാണ്ടിയിൽ CPM-ന്റെ ഒരു നേതാവിനെ വെട്ടിക്കൊന്നപ്പോ ഉടൻ തന്നെ അന്താരാഷ്ട്ര ബുദ്ധിജീവിയായിട്ടുള്ള ഷേക്സ്പിയറിന്റെ ജനിക്കാതെ പോയ മകനായിട്ടുള്ള M സ്വരാജ് എന്തായിട്ടിരിക്കുന്ന പോസ്റ്റ്? സ്വരാജ് പറഞ്ഞു RSS ഭീകരതയാണെന്ന്. അതെ. അപ്പൊ സ്വരാജ് അടക്കമുള്ള ഇവിടെ ബുദ്ധിജീവി ചമയുന്ന അക്ഷരാർത്ഥത്തിൽ കഴുതകൾ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കത്തിക്ക് മൂർച്ച കൂട്ടുക മാത്രം, നാവുകൊണ്ട് ഇസ്ലാമിന്റെ കത്തിക്ക് മൂർച്ച കൂട്ടുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ. അത് KEN ആയിക്കോട്ടെ. അതിപ്പോ ഞാൻ തമാശ പറയാം, ശ്രീകുമാരൻ നമ്പി സാറിനെ അവഹേളിച്ച, ബാലേന്ദ്രൻ ചുള്ളിക്കാരനെ അവഹേളിച്ച സച്ചിദാനന്ദൻ എന്ന കവി, സച്ചിദാനന്ദൻ ഇട്ടാ മതി. പക്ഷെ സച്ചിദാനന്ദന്റെ പ്രൊഫൈൽ പോയി നോക്കൂ, കോയാമ്പറമ്പത്ത് സച്ചിദാനന്ദൻ ഇട്ടിരിക്കുന്നത്. ആ കോയമാരെന്ന് വിചാരിച്ചോടെ ഞാനൊരു കോയാണെന്ന്. പറമ്പിന്റെ പേര് കോയാമ്പറമ്പ് എന്നായിരിക്കും, പക്ഷെ കോയാമ്പറമ്പ് ആദ്യം തന്നെ കോയ വന്നല്ലോ. ഇവരൊക്കെ എങ്ങനെയെങ്കിലും ഏന കേനാപി സംസ്കൃതത്തിൽ പറയും, ഏന കേനാപി ഇസ്ലാമിനെ സുഖിപ്പിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോ അവർ ഇപ്പോ ഈ പോപ്പുലർ ഫ്രണ്ടിലെ ഭീകരന്മാർ, കുട്ടി ഭീകരന്മാരടക്കം ചേക്കേറിയിരിക്കുന്ന CPM-ലും UDF-ലുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ PC ജോർജ് സാർ അവിടെ തോറ്റാൽ അത് ഈ പറഞ്ഞ സഭയുടെയും അവിടെയുള്ള യാതൊരു തരത്തിലും പിന്നെ ഉളുപ്പില്ലാത്ത ഹിന്ദുക്കളുടെയും ഒക്കെ മാനക്കേടായി മാറും. ഞാൻ ഈ പറയാൻ കാരണം, ഡെമോക്രസിയിൽ ഇലക്ഷനിൽ വിജയം വളരെ പ്രധാനമാണ്. ഞങ്ങൾ ഇത്ര വോട്ട് ഷെയർ നേടി, ഞങ്ങൾ കഴിഞ്ഞ തവണ 11% ഉണ്ടായിരുന്നു, ഇത്തവണ 11.11 നേടി എന്നൊക്കെ പറയുന്ന വിഡ്ഢികളായ നേതാക്കളോടുകൂടി ചിന്തിക്കണം. ശതമാനക്കണക്കല്ല, ജയിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇവിടുത്തെ ഭീകരവാദികൾ തുറന്നു പറയാൻ സഭയും തയ്യാറാവണം, ഹിന്ദുക്കളും തയ്യാറാവണം. എന്തിനുവരെ പേടിക്കണം? ഞാൻ തമാശയല്ല പറയുന്നത്. KL55, അതായത് നമ്മുടെ തിരൂർ ഭാഗത്തുള്ള കാറുകളാണ്. ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലെ കാറുകളാണ് കോഴിക്കോട് ബീച്ചിലേക്ക് വൈകുന്നേരം ഒരു 4 മണി മുതൽ അവിടെ ബ്ലോക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഒരു നാട് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കച്ചവടങ്ങളായിക്കോട്ടെ, പണമിടപാടായിക്കോട്ടെ, ഹവാല ആയിക്കോട്ടെ, ഹുണ്ടിപ്പണം ആയിക്കോട്ടെ, പാരലൽ എക്സ്ചേഞ്ചസ് ആയിക്കോട്ടെ, ഈ പിന്നെ മലദ്വാർ ഗോൾഡ് ആയിക്കോട്ടെ, ഏതു വിധേനയും ഒരു ജനതയെ പിടിച്ചടക്കാൻ വേണ്ടി അവിടുത്തെ ഭൂരിപക്ഷം ന്യൂനപക്ഷമല്ല, അവിടെ വന്നിട്ട് അവിടെയുള്ള കടൽ തീരങ്ങൾ സ്വന്തമാക്കുന്നതും ഒക്കെ സെമിറ്റിസിസത്തിന്റെ ഭാഗമാണ്. അതിൽ ഏറ്റവും വിജയിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാം എന്ന്. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം അതീവ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിന്റെ തെളിവാണ് NIA അവിടെ അവരുടെ തന്നെ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. നമുക്കറിയാവുന്ന കാര്യമാണ്. അതേ ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. പിന്നെ ചിലർ പറഞ്ഞു ഈ കുട്ടികൾ പ്രായപൂർത്തിയായിട്ടില്ല എന്നൊരു വാക്യം ഇവിടെ അവരോ പറഞ്ഞു കേട്ടു. ഞാൻ പറയുന്നത് ഈ ഹോളിഗനിസം ഇത് ഡിലിങ്ക്വസിയാണ്. ഈ ഡിലിങ്ക്വസി എന്ന് പറയുന്നത് തെമ്മാടിത്തരത്തിന്റെ മറ്റൊരു ഡിലിങ്ക്വസിയാണ്. നമ്മൾ പറയും കുട്ടികളുടെ ചാപല്യം, അല്ലെങ്കിൽ കുട്ടികൾ ആ പ്രായത്തിൽ കാണിക്കുന്ന വൃത്തികേടുകൾ, ജൂവനൈൽ ഡിലിങ്ക്വസി എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇറ്റ് കനോട്ട് ബി സീൻ ആസ് എ ജൂവനൈൽ ഡിലിങ്ക്വസി. ഇത് കുട്ടികൾ അറിയാതെ ചെയ്തതായിട്ട് കരുതാൻ വഴിയില്ല. ഇത് ഈ പറഞ്ഞ ആളുകൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തു മതത്തിൽപ്പെട്ട 10-20 കുട്ടികൾ ഒരുമിച്ച് വന്നിട്ട് ഒരു ഇമാമിന്റെ നേരെയാണ് ഇതുപോലെ വണ്ടി ഉയർത്തിയിരുന്നെങ്കിൽ ആ കുട്ടികൾ എത്ര പേര് തല്ലുകൊണ്ട് ഹോസ്പിറ്റലായനെ, എത്ര പേരെ കഴുത്തു വെട്ടിയനെ? അതെന്തുകൊണ്ടാണ്? ആ മതത്തിന് അതിന്റെ നേതാക്കന്മാർക്ക് അറിവുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അല്പം പിന്നെ ഹോളിഗൻസ് ആണ്, അത് നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് അവര്. അത് കുഴപ്പമില്ല, ഞങ്ങളുടെ കുട്ടികൾ കുറച്ച് സന്തോഷിച്ചോട്ടെ, അർമാദിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന മത നേതൃത്വമാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത നേതാവ്, ഇസ്ലാം മത നേതാവ് ഇതിനകം പറഞ്ഞോ, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇസ്ലാമിൽ പെട്ടവരല്ലെന്ന് പറഞ്ഞോ? അങ്ങനെ പറയില്ല. ഇതിനപ്പുറത്ത് വലിയ ബോംബ് പൊട്ടിച്ച ബിൻ ലാദന് വേണ്ടി നിസ്കാരം നടക്കുന്ന നാടാണിത്. അല്ലെങ്കിൽ മുംബൈ ഭീകരാക്രമണത്തിലെ ആ ചെറുക്കനുണ്ടല്ലോ, അവനും ഒരു ജൂവനൈലാണ്, ആ പിന്നെ പയ്യൻ, അവന് വേണ്ടി നിസ്കാരം നടക്കുന്ന നാടാണിത്. അഫ്സൽ ഗുരുവിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടക്കുന്ന നാടാണിത്. അപ്പൊ ഇവിടെ ഭീകരവാദത്തോട് ഭയത്തിന്റെയോ ആശങ്കയുടെയോ ശങ്കയുടെയോ ഭാഷ ഉപയോഗിച്ചാൽ അതൊരിക്കലും ഇല്ലാതാവുന്നില്ല. ആരിഫ് ഹുസൈനൊക്കെ ഇത് പഠിച്ച ആളാണ്. ഒരിക്കലും ഇസ്ലാമിന്റെ ഭീകരവാദത്തെ നമുക്ക് സ്നേഹവാക്കുകൾ കൊണ്ടോ ആ യേശു സ്നേഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഇറ്റ് ഹാസ് ടു ബി മെറ്റ് വിത്ത് അയൺ ഹാൻഡ്സ്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തെ ജനസംഖ്യയുടെ വളർച്ചയിലൂടെ
അമർച്ച ചെയ്യാമെന്നും ഹൂളിഗൻസിനെ ഇളക്കി വിട്ടിട്ട് എന്ത് തരവും ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടെക് ട്രാവലർ എന്ന് പറയുന്ന സുജിത്ത് ഭക്തൻ പറഞ്ഞു, അദ്ദേഹം അടക്കം 100 കണക്കിന് പേര് അയോധ്യയിലെ രാമജന്മഭൂമിയെ പറ്റി, ക്ഷേത്രത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്തെങ്കിലും സുജിത് ഭക്തൻ മലയാളി ആയതുകൊണ്ട് അയാളുടെ വീഡിയോയുടെ താഴെയാണ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കമന്റ്സ് വന്നതെന്ന് അയാൾ പരസ്യമായിട്ട് പറഞ്ഞു. അതിന്റെ അർത്ഥം ഇതര സമൂഹങ്ങളോടുള്ള, ഇതര സമുദായങ്ങളോടുള്ള ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഈർഷ്യയുടെയും അസഹിഷ്ണുതയുടെയും ആൾരൂപങ്ങളാണ് ഇവരൊക്കെ. ഇവര് ബ്രിട്ടീഷ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ടോണി ബ്ലെയർ പറഞ്ഞൊരു വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇംഗ്ലണ്ടില് 10-12 കടകൾക്ക് കുറെ ചെറിയ കുട്ടികൾ, 12 വയസ്സ് 18 വയസ്സ് വരെയുള്ള കുട്ടികൾ തീ വെച്ചു, ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു. ഇവരെ വലിയ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കി ബ്രിട്ടൻ. ആ സമയത്ത് പത്രക്കാർ, ഇവിടെയുള്ള മാപ്രകളെ പോലുള്ള കുറെ ആൾക്കാർ ഇളകി. അപ്പോൾ ടോണി ബ്ലെയർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇഫ് ദേ ആർ മെച്യൂർ ഇനഫ് ടു കമ്മിറ്റ് സച്ച് എ ഹീനസ് ക്രൈം, ദേ ആർ മെച്യൂർ ഇനഫ് ടു ഫേസ് ഇറ്റ്സ് പണിഷ്മെന്റ്. അതായത് ഒരു തെറ്റ് ചെയ്യാൻ മാത്രം ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കാനുള്ള മെച്യൂരിറ്റി ആയി കഴിഞ്ഞു എന്നർത്ഥം. ഇതൊക്കെ ശക്തമായി നേരിടുന്ന വിഷയമാണ്. ഇത് മതാധിപത്യത്തിന്റെ മുമ്പിൽ നമ്മൾ ജനാധിപത്യം മുട്ടുമടക്കുന്ന കാഴ്ചയെ മാറാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. യെസ്, വെൽ സെഡ്. യെസ്, ആരിഫ് ഹുസൈൻ. ഒരു ചെറിയൊരു കാര്യം ഒന്ന് ആഡ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അതായത് ഇതിൽ പറഞ്ഞല്ലോ ഇതിനെ നേരിടാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, ആരിഫ് പറയുന്നത് കേൾക്കുന്നില്ല, ഒന്നുറക്കെ പറയാമോ? ഒന്നും കേൾക്കുന്നില്ല. ആരിഫ് മ്യൂട്ടാണോ? യെസ്, അല്ലല്ലോ, ഹലോ, അല്ല, ഓക്കെയാണ്, കേൾക്കാം. ഓക്കെ. ഈ മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഭീകരവാദം വന്നു കഴിയുമ്പോൾ അതിനെ നേരിടുന്നതിൽ എന്തുകൊണ്ടാണ് ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രാ കോഷന്റെ ഒരു സംഗതി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. അതായത് നിങ്ങളിപ്പോ മാവോവാദികളെയാണ് നേരിടുന്നത് എന്നുണ്ടെങ്കിൽ, മാവോവാദികളെ ഇരുവാദം പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ആ ഒരു പേരിലുള്ള ഒരു ന്യൂനപക്ഷ വർഗീയത വെച്ചുകൊണ്ടോ അതിനൊരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് നേരിടുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു രീതി നിങ്ങൾക്ക് മാവോവാദികളുടെ മുന്നിൽ കാണാൻ കഴിയില്ല. അത് ഭീകരവാദികളാണെന്നുണ്ടെങ്കിൽ അവർ മാത്രമാണ് അവിടെ ഉണ്ടാവുക. അത് പിന്നെ ഇപ്പോ നമ്മൾ നേരിടുന്ന ഇപ്പോ വലതുപക്ഷ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന, ഹിന്ദു ഭീകരവാദികൾ എന്ന് വിളിക്കുന്ന ആളുകളെ പോലും നിങ്ങൾ എടുത്തു നോക്കൂ. അവരുടെ മുന്നിൽ പോലും അതിനെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ഹിന്ദുക്കൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവർക്ക് വേണ്ടി ഒത്താശ പാടുന്ന സാധാരണ ഹിന്ദുക്കളില്ല. അത് ഏതെങ്കിലും ഒരു തീവ്രവാദി ആ ഭാഗത്തു നിന്ന് ഒരു കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ സമീപനമാണ് എന്ന് തുറന്നു പറയുന്ന ഹിന്ദുക്കളാണ് ഇവിടുത്തെ മാതൃക. അതല്ല ഇസ്ലാമിൽ സംഭവിക്കുന്നത്. ഇസ്ലാമിൽ ഒരു തീവ്രവാദി ഒരു സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിൻ ലാദൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൻ ലാദന് മയ്യത്ത് നിസ്കരിക്കാൻ ഇവിടെ അഫ്സൽ ഗുരു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അഫ്സൽ ഗുരുവിന് മയ്യത്ത് നിസ്കരിക്കാൻ അങ്ങനെ ഏത് തീവ്രവാദിയെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു ഫാൻ ബേസ്, ഒരു ഫാൻ അസോസിയേഷൻ കൂടി ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് ഈ തീവ്രവാദികളെയും തീവ്രവാദത്തെയും മാത്രമല്ല, അവരുടെ ഫാൻസിനെയും കൂടിയാണ് ഈ നേരിടേണ്ടി വരുന്നത്. അവിടെയാണ് ഇതിനെ നേരിടാൻ ഇത്രയും വലിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇതിനെ മറികടക്കാം എന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയുള്ളൂ. ഈ ഫാൻസ് അസോസിയേഷനെ ഗൗനിക്കാതെ, മുഖം നോക്കാതെ ഈ തീവ്രവാദത്തെ എടുത്തു പറഞ്ഞും അതിനെ തുറന്നു കാണിച്ചും അതിനെ പച്ചയ്ക്ക് അതിനെ നേരിടാനുള്ള വഴികൾ ഇവിടെ നടപ്പിലാക്കി. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ രായ്ക്ക് രാമായണം എങ്ങനെയാണോ ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, സമാനമായ നടപടികൾ അത് ഏത് തരം ഇത്തരം ഗൗരവമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്യണം. അത് ഇവിടുത്തെ കേരള പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കാനോട്ട് പോകുന്നുമില്ല. കാരണം ഇത് എന്താ പറയാ, ഈ പച്ച വിഴുങ്ങിയിരിക്കുകയാണ് ഈ ചുമപ്പിനെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സാധിക്കില്ല. ഇനി പുറത്തു നിന്നുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള ദേശീയ ഏജൻസീസ് വല്ലതും ഇടപെട്ടാൽ അല്ലാതെ ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞത് ഏറ്റവും ഒടുവില് നമ്മളെ സൗദിയിലെ പ്രിൻസ് തന്നെയാണ്. സൽമാൻ പറഞ്ഞത് എന്താണ്, രാജകുമാരൻ, അതായത് പുള്ളി പറഞ്ഞു 30 വർഷം ഇതിനെ ആ രീതിയിൽ ഫൈറ്റ് ചെയ്ത് സമയം കളയാനില്ല, ഇതിനെ തീർക്കേണ്ടത് ഒറ്റ ദിവസം കൊണ്ടാണ്, അത് ഇന്ന് നമ്മൾ തീർത്തിരിക്കണം എന്നാണ് അവിടെ എടുത്തു പറഞ്ഞത്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലും നമുക്ക് പറയാനുള്ളൂ. ഓക്കെ.